Hello guys, hi, welcome back to my YouTube channel. Today is the day when my boyfriend is coming to meet me after 9 months and ഇന്നാണ് ഗിഫ്റ്റ് എല്ലാം കൊടുക്കാൻ എൻ്റെ പ്ലാൻ ഉള്ളത്. പക്ഷെ അതിങ്ങനെ നോർമലായിട്ട് കൊടുക്കാണ്ട് ഇച്ചിരി വെറൈറ്റി ആയിട്ട് ക്രീഞ്ച് ആയിട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഗിഫ്റ്റ് എല്ലാം ഭയങ്കര ബോറിങ് ലുക്കിലാണുള്ളത്. അപ്പം നമുക്ക് ഗിഫ്റ്റ് റാപ്പ് എല്ലാം ചെയ്ത് കുറച്ച് സ്പെഷ്യൽ ആക്കണ്ടേ. ഒരു ബ്ലാക്ക് കളർ ഗിഫ്റ്റ് റാപ്പ് ആയിരുന്നു എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആ കറക്റ്റ് മെറ്റീരിയൽ കിട്ടിയില്ല. അപ്പം ഞാൻ എന്ത് വാങ്ങിയെന്ന് കാണിച്ചു തരാം. കറുപ്പ് ചാർട്ട് വാങ്ങി, പിന്നെ ഒരു റിബണും കെട്ടാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. പക്ഷെ അതും ഞാൻ വിചാരിച്ച ടൈപ്പ് ഒരു റിബൺ അല്ല എനിക്ക് കിട്ടിയത്. ഒരു ബ്ലാക്ക് റിബണില് സൈഡിൽ കുറച്ച് ഗ്ലേസിങ് വരുന്ന സാധനമായിരുന്നു ഞാൻ അന്വേഷിച്ചത്. പക്ഷെ എനിക്കത് കിട്ടിയില്ല. സോ നമ്മൾ ഈ റിബൺ വെച്ചിട്ട് റാപ്പ് ചെയ്ത ഗിഫ്റ്റ് ടൈ ചെയ്യും. സോ അതാണ് ഇന്നത്തെ പരിപാടി. ആൻഡ് ഇന്ന് 2 മണിക്ക് എനിക്ക് പിക്ക് ചെയ്യാൻ പോകാണ്ട് എയർപോർട്ടിൽ. ആൻഡ് ഇപ്പോഴത്തെ സമയം ഒരു 12 മണിയായിട്ടുണ്ടോ. നമുക്ക് 1 hour ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേഗം പരിപാടിയിലേക്ക് സടപടം തീർക്കാം. ആദ്യം തന്നെ നമുക്ക് ചാർട്ട് കട്ട് ചെയ്യാം. സോ ചാർട്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റോൾ ചെയ്യണം. അപ്പോൾ ഇത് മടങ്ങില്ല. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ എൻ്റെ മൈക്ക് കേടായി, അതുകൊണ്ട് ഇങ്ങനെ പോയി. വലിയ ക്ലിയർ ഉണ്ടാവുമോ വോയിസിനെന്ന് അറിയില്ല. ആദ്യം തന്നെ നമുക്ക് ഏപ്രിലിൽ നിന്ന് തുടങ്ങാം. ഏപ്രിൽ നമുക്ക് റാപ്പ് ചെയ്യാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഇത് ഭയങ്കര ബോറിങ് പരിപാടി ആയിരിക്കും, പക്ഷെ നമ്മൾ ചെയ്ത് തീർക്കും. നമ്മളിത് കട്ട് ചെയ്യുകയും ചെയ്യും, റാപ്പ് ചെയ്യുകയും ചെയ്യും. 12 മണി ആയെന്ന് വിചാരിച്ചിട്ട് ഒരു മടിയാവാൻ പാടില്ല. വിചാരിച്ച സാധനം വിചാരിച്ച പോലെ ചെയ്തിരിക്കണം. ആദ്യം നമുക്ക് ഇതിന് കറക്റ്റ് സൈസിൽ ചാർട്ട് കട്ട് ചെയ്യാം. എനിക്ക് വേറൊരു പ്ലാനും കൂടി ഉണ്ട്. അത് ചെയ്യാൻ നേരം ഉണ്ടാവും എന്നറിയില്ല. ഓരോ മന്തിന് ഒരു സ്പെഷ്യൽ കോട്ട് വെച്ചിട്ട് ഗിഫ്റ്റിന്റെ മുകളിൽ ഒന്നുകിൽ എഴുതുക അല്ലെങ്കിൽ ഒട്ടിക്കാം. ഇപ്പം ഡിസംബർ വി ക്യാൻ സേ ക്രിസ്മസ് എന്നുള്ളൊരു മന്തായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അതിന്റെ റിലേറ്റഡ് എന്തെങ്കിലും കോട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അലാറം ആണെങ്കിൽ ഇറ്റ് മേക്സ് യു വേക്കപ്പ്. അങ്ങനെ നല്ല കുറച്ച് നമുക്ക് ChatGPT എല്ലാം നോക്കാം. ഇതിനൊന്നും ChatGPT യൂസ് ചെയ്തില്ല, പിന്നെ എന്തിന് യൂസ് ചെയ്യണം? അളവ് തെറ്റിപ്പോയി. ഇതിന് പറ്റിയ ചെറിയൊരു ബോക്സ് ഇല്ല കൊടുക്കാൻ. ഞാനിത് റാപ്പ് ചെയ്തിട്ട് വരാം. റാപ്പ് സംസാരം കൂടി എനിക്ക് അങ്ങനെ സെറ്റ് ആവുന്നില്ല. അളവെല്ലാം തെറ്റുന്നു, കണക്ക് കൂട്ടലെല്ലാം തെറ്റിപ്പോയി. സോ കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു ഗിഫ്റ്റ് ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ക്യൂട്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു കോട്ട് പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഒരു ബോറിംഗ് എന്ന് കുറച്ച് ഒരു ക്രിയേറ്റീവ് ആയില്ലേ. നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ ചെയ്യാം. ടൈമില്ല. സമയം സൗണ്ട് എല്ലാം പോയി. സമയം ഇപ്പം 2 മണിക്ക് 5 മിനിറ്റ്. ഞാനെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ചാർട്ട് പേപ്പർ തികയുന്നില്ല ലാസ്റ്റത്തേൽ. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ റാപ്പ് ചെയ്ത് വെച്ച് കാണിച്ചു തരാം. ബാക്കിയെല്ലാം റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് പകുതിയെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞ കോട്ട് ചെയ്തണം. പക്ഷെ കോട്ട് ചെയ്താൽ പേപ്പർ എടുത്തില്ല. സോ നമ്മൾ ഇവിടെ ടിഷ്യൂ യൂസ് ചെയ്യുന്നു. ടിഷ്യൂ ഇങ്ങനെ ഓരോന്ന് എടുക്കുക. ഇങ്ങനെ കിട്ടുമല്ലോ, ഇങ്ങനെ എടുക്കുക. ദെൻ ഇത് ജസ്റ്റ് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ക്ലൗഡിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യാം, സർക്കിളായിട്ട്. അപ്പോൾ നമുക്ക് ഒരു ക്യൂട്ടായിട്ടുള്ള കോട്ട് ചെയ്താനുള്ളൊരു പേപ്പറായിട്ട് കിട്ടും. കണ്ണെല്ലാം ഇണങ്ങി. ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് റെഡി ആവണം. ഓക്കെ, സോ ഇങ്ങനെ വന്നു. ഇതിൽ ജസ്റ്റ് നമ്മൾ എഴുതണം. ഫോർ എക്സാമ്പിൾ ഏപ്രിൽ. ഇപ്പോൾ ഏപ്രിൽ മന്തിനെ ആണെങ്കിൽ ഏപ്രിൽ എ ന്യൂ ബിഗിനിങ് വി ക്യാൻ സേ. അങ്ങനെ എഴുതാം. എന്നിട്ട് ഇതിലിങ്ങനെ വെക്കാം. ഒരു രസമല്ലേ ഇങ്ങനെ വെക്കുമ്പോൾ കാണാൻ. ആൻഡ് ഇതിൽ മന്തും വരുന്നുണ്ട്. ക്യൂട്ടായിട്ടില്ലേ? അങ്ങനെ നമുക്ക് എല്ലാം ചെയ്യണം. ഇങ്ങനെയാക്കാം. എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. സോ ഇങ്ങനെ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വരുമ്പോഴുള്ള റിയാക്ഷൻ നമുക്ക് കാണാം. ഓക്കെ, സെറ്റ്. പ്ലീസ് ഒന്ന് ഡള്ളായ പോലെ ഉണ്ട്. നമ്മളെ ബൊക്കെ റെഡിയാണ്. ഐ എം റെഡി വിത്ത് മൈ ബൊക്ക. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. സാരല്ലായിട്ട് ബൊക്ക ഇങ്ങനെയൊക്കെ ബാഗിൽ വെക്കേണ്ട അവസ്ഥ. എങ്ങനെ അടയ്ക്കുക?
One eternity later. അങ്ങനെ നീണ്ട 1 hourന് ശേഷം ഞാൻ എയർപോർട്ടിലെത്തി. ഒരു പ്രത്യേക സാഹചര്യം കാരണം എനിക്ക് ബൊക്കെയൊന്നും കൊടുക്കേണ്ട വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ചറപറ വേറെ എന്തൊക്കെയോ വീഡിയോ എടുത്തു. 1 hour പോസ്റ്റ് എല്ലാം കൊടുത്ത് നല്ല വിഷമകരമായ വിച്ചുവിനെയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ഒരു നടത്തം കാണുമ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. 2 പെട്ടിയും ഒരു സ്കൂട്ടിയും ആയിട്ടുള്ള ആ ഒരു യാത്ര നല്ല ഭയാനകമായിരുന്നു. അപ്പൊ ഇവർക്ക് മനസ്സിലാവും ഏതോ മാസം തുടങ്ങുന്നത് ഇതൊന്നും എഴുതാണ്ടിരുന്ന പോലെയാണെന്നില്ലേ ഇത്രയും കൺഫ്യൂഷൻ അടിക്കട്ടെ. ഐ ക്യാൻ ഫീൽ എ പേഴ്സ്, സോ ദർ ഈസ് എ പേഴ്സ് ഇൻ ഇറ്റ്. അതെങ്ങനെ മനസ്സിലായി? ഇതിന് ബുദ്ധിമതിയല്ലോ. அப்போ நான் பொட்டனா? இத்தனையும் நான் செய்து கொண்டிருக்கேன், நான் பொட்டனா? സിസേഴ്സ് വേണോ? സിസേഴ്സ് നോ. മെട്രോ ആലുവ മെട്രോ മേടിച്ച മറ്റൊരു ഉപകാരം. താങ്ക് യു. ഓ നൈസ് ആയിട്ടാ. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ലേ. മറ്റേ ലുല്ലു മെട്രോ എന്നാണല്ലോ മനസ്സിലായി. അവിടെ മാത്രമേ മെട്രോ ഉള്ളൂ. ഓ അടിപൊളി പേഴ്സേ. വീഡിയോ ഒക്കെ അല്ലാണ്ട് ശരിക്കും അല്ല ശരിക്കും പറഞ്ഞു. ഭയങ്കര ഇഷ്ടം. ഭയങ്കര നല്ല സോഫ്റ്റ്. ഇപ്പൊ തന്നെ പേഴ്സ് മാറ്റാം. ഞാൻ എന്തായാലും ഒരു പേഴ്സ് മാറ്റാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ. ടിഷ്യൂ പേപ്പർ ഏപ്രിൽ എങ്ങനെ മാസം? മാർച്ച് ഏപ്രിൽ മെയ് മാസം കുളിരുന്നു. അത് നിങ്ങള് വിചാരിക്കാതെ ഷെഡി ഇതൊക്കെ എന്റെ പെട്ടിയിൽ ഒന്നുമില്ല. ഇതെന്താ ഞാൻ പറയട്ടെ, ഐഡിയ ഇല്ല. ഡയറി വല്ലതാണോ? അങ്ങനെയാണ് ഞാൻ എഴുതില്ല. ഇപ്പഴേ പറഞ്ഞ ഞാൻ തിരിച്ചറിയ. കല്യാണത്തിന് ഞാൻ മൂട്ടായിരിക്കും. വെള്ളം അടിക്കാത്ത എന്നെ വെള്ളം അടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഷോർട്ട് ഗ്ലാസ് ഉണ്ടല്ലോ. എന്താ പക്ഷെ അത് പണല് ഓ അടിക്കുന്നില്ല പറഞ്ഞിട്ട് എല്ലാം അറിയാലോ. ഞാൻ ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല. അതാണ് ഞാൻ ചോദിച്ചത് എന്താണ്. കാരണം ഇതിനെ എക്സ്പെക്ട് ചെയ്തില്ല. ഏപ്രിൽ മെയ് ജൂൺ ജൂൺ നവംബറിൽ കുറച്ച് ഹെവി ആട്ടെ. ജൂൺ ഇതെന്താ മടിയോ കഴുത്തൊക്കെ ഇതൊക്കെ ശരിക്കും കെട്ടിയതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല സങ്കടമുണ്ട്. കീ ചെയിനാണോ നല്ല ഫാൻസി ആയിട്ടാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് ഉപകാരം പഠിച്ചത്. ഇത് നല്ലൊരു കാര്യമാണ്. ഇത് ഞാൻ സത്യം അമ്മേരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ബാറ്ററി വർക്ക് ചെയ്യാതിരുന്ന സമയത്ത് ഇതിന്റെ ഓഫീസിലേക്ക് ലേറ്റ് ആയ സമയത്ത് ഞാൻ വിചാരിച്ചതും ഇത് ഒരെണ്ണം മേടിക്കും. അപ്പോ ആ ഒരു പൈസ ലാഭം. ജൂലൈ അത് ജൂലൈ അല്ലേ? ഞാൻ നവംബർ എടുത്തല്ലോ. നവംബറിലേക്കാണല്ലേ നിങ്ങളെ കണ്ണ് പോകുന്നത്. കുറച്ച് ഹെവി ആയിട്ട്. ഇത് ഷർട്ടാണ്. ദിസ് ഈസ് സംതിങ് ക്ലോത്ത്. ഇത് ഭയങ്കര ഹെവിയാണ്. ഇത് എന്തോ ക്ലോത്താണ്. എനിക്ക് തോന്നുന്നു ഫുഡി എന്നതെന്ന് തോന്നുന്നു. നോ ഇതെന്തായാലും ക്രിഞ്ചാ. അപ്പൊ ഇത് തുറന്നു കളിക്കാൻ പറ്റില്ല. മറ്റേ ഇതിന്റെ മുകളിൽ ഷെഡ് വരുന്നത് അങ്ങനെ എന്തായാലും അതൊന്നല്ല. കോഫി കുടിക്കാത്ത എനിക്ക് വേണ്ടി കോഫി. പക്ഷെ ഇത് ഓഫീസിലേക്ക് ആവശ്യം വരും. വിഷ്ണു ക്രിഞ്ചല്ല. ഇത് ലോകോത്തര ക്രിഞ്ചായി. പക്ഷെ ഇത് നല്ലതാ. ഓഫീസിൽ ഇത് ആവശ്യം വരും. പേരുണ്ടല്ലോ എവിടെ പോവില്ലല്ലോ. വേറെ ആരെങ്കിലും എടുത്തുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഡൊബ്രെ ഡബ്ബ ഞാൻ മേടിക്കാറില്ല. കറങ്ങി കഴിഞ്ഞാൽ ബ്ലാക്ക് ആയില്ലേ? ആ ശരിയാണല്ലോ. അപ്പൊ പുറത്തും ബ്ലാക്ക് അകത്തും ബ്ലാക്ക് ആണല്ലോ. റെക്കോർഡിംഗ് ആണോ? അതല്ല ഞാൻ കഷ്ടപ്പെട്ട് പൂവെല്ലാം ഉണ്ടാക്കി എന്നിട്ട് നിങ്ങളത് മൈൻഡ് ചെയ്തില്ല. 1 മണിക്കൂർ എയർപോർട്ടിൽ അടുത്ത മാസം പറയാം. ഓഗസ്റ്റും കുറച്ച് ക്രിഞ്ചാ. ഫോട്ടോ ആണോ നിന്റെ തന്നെ? തല വലുതായത് ശരീരം പക്ഷെ ഇതിവിടെ വെക്കും ഇങ്ങനെയാ. നേരിട്ട് കാണണം, ഫോട്ടോയിലും കാണണം. സെപ്റ്റംബർ. ഇതും ക്രിഞ്ചായിരിക്കില്ലേ? ലക്ഷറി പെർഫ്യൂം ബൈ മ്യൂ ആണെന്ന് അങ്ങനെ ബ്രാൻഡില്ലേ? ബെല്ലാവിറ്റിയോ? ഞാൻ അറിയില്ല. എനിക്കറിയില്ല. ബെല്ലാവിറ്റിയല്ല. നല്ല ഇതാണ് സ്മെല്ലാം. ഇതെനിക്ക് ഇഷ്ടമല്ല. ബെല്ലാവിറ്റിയിലെ രണ്ടാമത്തെ എനിക്ക് ഇഷ്ടമായില്ല. ഒക്ടോബർ സംതിങ്. അതെന്താന്ന് പറ. സംതിങ് ഡ്രസ്സാണോ? എന്നാ നിങ്ങൾ ഞെട്ടും. ജുബേലി ട്രാവൽ എല്ലാം ചെയ്യുമ്പോ
പൂക്കി സാധനം. ഈ സാധനത്തോട് ഞാൻ എങ്ങനെ പോവാനും പറ. ഇത് ഐ മാസ്ക് ട്രാവൽ എല്ലാം ചെയ്യുമ്പോ ഇത് ഇതിട്ടിട്ട് ഞാൻ പോണം പൂക്കിയായിട്ട് ഇങ്ങനെ. ഞങ്ങൾക്ക് വേണ്ടി മേടിച്ചില്ല ഈ 2 യൂസ് ചെയ്തു. ഒക്ടോബർ നവംബർ കുറച്ച് ഹെവിയാണ്. ദിസ് ഈസ് ഹെഡ്ഫോൺ. Oh, that's really good. That's really amazing. Sony M5. ഇതിന് ചെവിതായി. എന്താ ലുക്ക്. Thank you so much. Thank you. അത് ഇതിലിടണമെന്നില്ല, ബാഗ് പോലെ. അമ്മയ്ക്ക് മേടിച്ചത് ഓവറാക്കില്ല. And the final one. This is something hoodie or some kind of a dress. What kind of a dress? I think jubba or shirt. Are you sure? Yes, I know. Because this is a shirt and it's mostly. And it will be a blue shirt. അതെങ്ങനെ മനസ്സിലായി? And hoodie. And this is linen. Size? M. And let me try that. ഇത് കൊള്ളാം. ഇതാണ് എൻ്റെ സെക്കൻഡ് ടീഷർട്ട്. ഷർട്ട് കഴിഞ്ഞു ടീഷർട്ട്. ഇഷ്ടായോ? ഇതൊക്കെ നീ ക്ലീൻ ചെയ്യണം. വിച്ചു ഇതെല്ലാം ക്ലീൻ ചെയ്യിച്ചു. എന്തുവേണേ ക്ലീൻ ചെയ്യും. ഗിഫ്റ്റ് എല്ലാം കിട്ടിയതിന് ഇത് ക്ലീൻ ചെയ്യണം. എല്ലാം എന്തുവേണേ ചെയ്ത്. എന്തിന് നീ എന്ത് പറഞ്ഞാൽ അത് കേൾക്കും ഞാൻ. നീ എന്താ ചെയ്തു?